ഹായ് എൻ്റെ സിംഹോട്ടി പ്രേക്ഷകരെ, ഞാനേ കോവളം ബീച്ചിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണേ. നേരത്തെ ഞാൻ ഇതിൻ്റെ ഒരു വൺ സൈഡ് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഇത് ലീലയുടെ ഒരു സൈഡാണ് കേട്ടോ. ലീലയുടെ വിശദമായിട്ട് കാണിച്ചു കഴിഞ്ഞു. ഇനി ഇതാണ് നോക്കിയാൽ ബീച്ചിൻ്റെ കാഴ്ചയിലൊക്കെ. നമ്മുടെ ബീച്ച് എന്ന് പറഞ്ഞാൽ അത്ര ബ്യൂട്ടിഫുള്ളാണ്. ഒറ്റ വിഷയമേ ഉള്ളൂ, നമ്മുടെ ബീച്ച് ഒരു ഇൻ്റർനാഷണൽ നിലവാരത്തിലോട്ട് അതിൻ്റെ ചുറ്റുപാട് മാറുന്നില്ല. അതായത് പ്രോപ്പർട്ടി ഇതാന്ന് നോക്കി, ഇവിടെയൊക്കെ ക്ലീൻ ബൈ ക്ലീനാണ്. ഒരു ചവറില്ല, ഒന്നുമില്ല. അത് ഇത്രയും ദൂരം ലീല ക്ലിയർ ചെയ്യും. ലീല ഇതിനപ്പുറം ലീല തൊടൂല. അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഇതാന്ന് നോക്കിയേ, ഇത് കഴിഞ്ഞാൽ ചവർ സ്റ്റാർട്ടായി കണ്ടോ. ഇത് കഴിഞ്ഞാൽ ചവർ സ്റ്റാർട്ടായി, അതുവരെ ലീല ക്ലീൻ ചെയ്യും. ഇത് മാറ്റണം. ഇതാന്ന് നോക്കിയാൽ ഇവിടെ നിന്ന് ബീച്ച് സ്റ്റാർട്ട് ചെയ്യണേ. വളരെ മനോഹരമാണ്. നോക്കിയേ, കടൽ ഇങ്ങനെ നിങ്ങൾ നോക്കിയാൽ മതി. കടലിൻ്റെ ആ ഭാഗം നോക്കിയാൽ വളരെ എക്സലൻറ്റ് ബീച്ചാണ് നമ്മളത്. പക്ഷെ എന്തുകൊണ്ടോ ഇപ്പോഴും സിറ്റി ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ വണ്ടി രാവിലെ വന്ന് ഇവിടെ നല്ല ക്ലീനാക്കി, ഒരു ചവറ് പോലും പാടില്ല ഇവിടെയൊന്നും. ഒന്നാമത് നോക്കിയാൽ മഴ സമയം പോലുമല്ല, ഇത് വേനൽ സമയമാണ്. വേനൽ സമയമായിട്ട് പോലും ചവറുകല്ല അങ്ങനെ കിടക്കണം കണ്ടോ പ്രേക്ഷകർ. ഇതിനോട് എനിക്കൊരു ഇപ്പോഴും എനിക്കൊരു ഒരു വിഷമമുണ്ട്. കാരണം ഇത്രയും ഇൻ്റർനാഷണൽ ലെവലിലുള്ള നമ്മുടെ ബീച്ചിനെ നോക്കിയേ, അത്ര സൈറ്റാണ്. നമ്മൾ ഏത് ലീവിൽ നിന്നാലും ഇതിപ്പോൾ ഇത്തിരി ലീലേക്ക് പ്രൈവറ്റ് വൽക്കരിച്ച് കൊടുത്തിട്ട് വന്നുകൊണ്ടാണ് ഇവിടെ അല്പ ദൂരം ബ്ലോക്ക് ആയിരിക്കുന്നത്. അത് തെറ്റല്ല, അത്ര പ്രൈവറ്റ് സെക്ടറാണ്. അതിനകമൊക്കെ അവർ ക്ലീനാക്കി വെച്ചിരിക്കും. അത് നോക്കിയാൽ ആ ബീച്ച് അത്ര ബ്യൂട്ടിഫുള്ളാണ്. നോക്കിയേ കണ്ടോ, ഞാൻ ക്ലോസിൽ കാണിക്കാം കേട്ടോ. കണ്ടോ, അതായത് വളരെ സൈലൻ്റ് ആണ്. എവിടെയെങ്കിലും നിങ്ങൾക്ക് തിരമാല ഉണ്ടാകുന്ന നോക്കിയാൽ ഇല്ല. എത്ര വേണോ ഉള്ളിലോട്ട് യാത്ര ചെയ്യാം. അതായത് ബീച്ചിലോട്ട് ഇറങ്ങി ഒരു ഇല്ല ഏട്ടാ, ഞാൻ ഇവിടെ നാട്ടുകാർ ചേട്ടാ ഇതാ റെസ്റ്റോറൻറ്റ് ഫുഡ് കഴിക്കണമെന്ന് ചോദിക്കും. ഇല്ല ഏട്ടാ, ഞാനത് കാണിച്ചേക്കാം. ചേട്ടൻ തന്നല്ലേ. ഞാനിതാ നമ്മുടെ വഴിയിൽ നിൽക്കുന്ന ചേട്ടനാണ്. കസ്റ്റമർ ക്യാച്ച് ചെയ്യണതാണ്. ഞാനിത് അതിൽ കാണിക്കണം. പറഞ്ഞവരൊക്കെ ചേട്ടനായിട്ട് സംസാരിക്കും. ഫുഡ് കഴിക്കണമെങ്കിൽ നല്ല എ ക്ലാസ് ഫുഡല്ലേ ഏട്ടാ, റേറ്റ് അഫോർഡബിൾ ആണല്ലോ. ഓ, ഇത് പരസ്യമൊന്നുമല്ല കേട്ടോ. ചേട്ടൻ ഇങ്ങനെ കാണിച്ചിട്ട് ഞാനത് ആ ചേട്ടനെ കാണിക്കണം. അതുകൊണ്ട് ഇതിൽ കാണിക്കണമെന്നേ ഉള്ളൂ. ഇതൊക്കെ ഉണ്ടോ, ബീച്ച് അത്ര ബ്യൂട്ടിഫുള്ളാണ്. പക്ഷേ എന്ത് സംഭവിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നിങ്ങളുടെ പ്രേക്ഷകർക്ക് മനസ്സിലാവണമല്ലോ കേരളത്തിൽ ഞങ്ങൾക്ക് എന്ത് സ്റ്റൈലായിട്ടാണ് അത് അതിൽ വന്നിട്ട് കണ്ടോ. അതിൻ്റെ അടുത്ത് തേങ്ങ വരാൻ കരുതിയുള്ള അതിൻ്റെ പ്രാരംഭഘട്ടത്തിലാണ്. അത്രയും ഇതായിട്ട് നിൽക്കുകയാണ്. പക്ഷേ ഇതിനകത്ത് വരുന്ന ഈ ബീച്ചിനോട് തേങ്ങുന്നത് ഒരു 30 മീറ്റർ പോലും ഇല്ല. പക്ഷെ ക്ലീനല്ല കണ്ടോ. ഇത്രയും കാലപ്പഴക്കമായിട്ട് കിടക്കുന്ന വേസ്റ്റാണ്. ഇതാണ് ഒരു വിഷമമുള്ള കാര്യം. മനസ്സിലായോ? അവിടെയെല്ലാം അത് ലീലയുടെ പ്രൈവറ്റ് സെക്ടർ ആയതുകൊണ്ട് മാത്രമാണ് അവിടെയെല്ലാം നല്ല വൃത്തിയായിട്ട് കിടക്കുന്നത്. ആ ലീലയുടെ സെക്ടർ കണ്ടോ, അത് ആ ചെടി വെച്ചിരിക്കുന്ന വലിയ ചട്ടിയുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയേ, ലീല തൊടൂല. ഇത് മാറണം. ഈ ബീച്ച്, ഈ ലീല എവിടെ ഇരിക്കണോണ്ട് ഇതിൻ്റെ അടുത്തൊന്നും വേറെ ഹോട്ടലില്ല. ഇവർ തന്നെ ഇതിനെ വൃത്തിയാക്കിക്കണം. ഈ ബീച്ച് വൃത്തിയാക്കുന്ന ജോലി ഇവരുടേതായി മാറണം. എൻ്റെ അഭിപ്രായമാണേ. കാരണം അത്രയ്ക്ക് സൈറ്റാണ്. ഒരു തിരമാലയില്ല. നിങ്ങൾക്ക് എത്ര വേണോ ഉള്ളിലോട്ട് ഇറങ്ങിച്ചെന്ന് സ്വിമ്മ് ചെയ്യാം, എല്ലാം ചെയ്യാം. പക്ഷേ അത്രയും ബ്യൂട്ടിഫുള്ളായ ബീച്ചാണ്. പക്ഷേ വൃത്തി എന്ന് പറയുന്ന കാര്യത്തിൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ പഴയതിനേക്കാളൊക്കെ മെച്ചമുണ്ട് കേട്ടോ. അതൊന്നും പോരാ. നമ്മൾ യൂറോപ്പിനെ വല്ല നിലവാരത്തിലോട്ട് വരണം ആ കാര്യത്തിൽ നമ്മളിപ്പോഴും ബാക്കാണ് കണ്ടോ. ഈ നമ്മുടെ വേനൽ പോലും സ്റ്റാർട്ട് ചെയ്തില്ല. ഇപ്പോൾ ജനുവരി പകുതിയൊക്കെ ആണുള്ളൂ. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് 4 മാസം ഇവിടുത്തെ ഒരു ടൂറിസ്റ്റ് ഹബ്ബാണ്. പക്ഷെ എങ്കിൽ പോലും തിരമാലയൊന്നുമില്ല. പക്ഷെ എന്നിട്ട് പോലും ക്ലീനപ്പ് എന്ന് പറയുന്നത് ഒരു ഹൈ ലെവലിലോട്ട് വന്നിട്ടില്ല. അത് വരണം. പക്ഷെ ബ്യൂട്ടിഫുള്ളാണ്. നോക്കിയേ, തിരമാലയൊന്നും വലുതായിട്ട് അടിക്കാത്തതുകൊണ്ട് എത്ര വേണോ ഇറങ്ങി കുളിക്കാം. എന്നൊക്കെ എന്ത് കാണിച്ചിട്ട് കണ്ടോ. വളരെ സൈലൻ്റാണ്. നമ്മളൊരു പുഴ കിടക്കും പോലെയാണ് കോവളം ബീച്ച് കിടക്കുന്നത്. അതാണ് നമ്മുടെ കോവളം ബീച്ച് ലോക നിലവാരത്തിലുള്ള ബീച്ച് എന്ന് പറയുന്നത്. പക്ഷെ അത് കൈകാര്യം ചെയ്യുന്ന രീതിയാണ് ലോക നിലവാരത്തിൽ നിന്ന് 100-ലോ 500-ലോ 1000-ലോട്ട് നമ്മളെ താഴ്ത്തുന്നത്. അത്ര ബ്യൂട്ടിഫുള്ളാണ്. നോക്കിയാൽ നിങ്ങൾ. അതുപോയിട്ട് അതിൻ്റെ മൗണ്ടനുണ്ട്. ഹായ്, അവര് ഫോറിനേഴ്സ് ഹായ് പറയണേ. ഹായ്, ഹൗ ആർ യു? വേർ ആർ യു ഫ്രം? ഫ്രാൻസ്, യൂറോപ്പ്? Oh, fine. In here, Kerala, Trivandrum. In here, 25 kilometers on my house. Okay. Your name? Mustafa. Your name? How is your feel, Kerala? How is your feel, Kerala? 3 months in here. How is your feel in Kerala? Feel.
Oh, how is your people? People, Very nice. very nice. Yeah. Okay, What is your name? my name is Solomon. Suleiman? Solomon. Suleiman. Solomon. Nice to meet you. Huh? Okay, okay, okay. Yes. Oh, welcome to Egel, Kerala. Thank you very much. How is your feeling in this beach? This beach is very nice. Very nice. What is your this side? Local place. We like. Good. Okay, feel very well. Thank you. Huh? Again, you are welcome every year. Come to Kerala. Every year, since 30 years. 30 years you are continuous coming in Kerala. Every time. Okay, okay. Kerala. Kerala, no. Very high feel for in Kerala. Okay. Thank you, welcome. Thank you. Huh? See Okay, you. again, see you again. Inshallah. Inshallah. Bye. Bye. അവരോട് ഞാൻ സംസാരിച്ചിരിക്കുകയാണ്. ആ സംസാരിച്ച വീഡിയോ ആണ് കാണുന്നത്. ഞാൻ അതുകൊണ്ട് എൻ്റെ സജഷൻസ് പറയുന്നത് കണ്ടോ, വരുന്നവർക്ക് ഭയങ്കര ഫീലാണ് നമ്മുടെ കേരളം. പക്ഷേ എന്ത് ചെയ്യാം, നമുക്കത് മനസ്സിലാവുന്നില്ല. ആ മനസ്സിലാവുന്നത് വീണ്ടും ഞാൻ പറയുന്നു, കോർപ്പറേഷനും എല്ലാവരും മാറി ചിന്തിക്കൂ. ലീലയുടെ ചുറ്റുമുള്ള ഈ ബീച്ച് ലീലയുടെ കയ്യിൽ കൊടുത്തിട്ട് ലീലയ്ക്ക് വില കൊടുക്കണമെന്നല്ല പറഞ്ഞാൽ, ഇവിടെ ക്ലീൻ ചെയ്യേണ്ട ഉത്തരവാദിത്വം അവരതാക്കി മാറ്റണം. എന്നിട്ട് അവർക്ക് അതിനുള്ള പെർമിഷൻ കൊടുക്കണം. അങ്ങനെ കൊടുത്തുകൊണ്ട് ഈ ബീച്ചിനെ ഡെവലപ്പ് ചെയ്ത് ലോക നിലവാരത്തിൽ എത്തിക്കണം. കാരണം ഭരണവരുടെ ഫീല് കണ്ടല്ലോ, ഫ്രാൻസിൽ നിന്ന് വന്ന രണ്ടുപേരുടെ ഫീല് പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ, ഞാൻ സംസാരിച്ചത് നിങ്ങൾ കേട്ടല്ലോ. എനിക്കറിയാമെന്നുള്ള ഇംഗ്ലീഷിൽ ഞാൻ സംസാരിച്ചു. അവർക്ക് വളരെ വെൽ ഫീലാണ്. പക്ഷെ എന്ത് ചെയ്യാം, അതിന് വേണ്ട ടൂറിസത്തിൽ ഇപ്പോഴും ആൾ വരണില്ല. കുറഞ്ഞതൊരു ശരാശരി നമ്മൾ യൂറോപ്പിൽ നിന്ന് അമേരിക്കയിൽ നിന്നൊക്കെ ഒരു 1 ലക്ഷം പേരെങ്കിലും മിനിമം ഇവിടെ വരണം. ഈ കോവളം ബീച്ചിൽ മാത്രം വരണം. 1 ലക്ഷം പേര് ഇവിടെ വരുമ്പോൾ 1 ലക്ഷം റൂം ബുക്കിംഗ് ആവും. 1 ലക്ഷം പേര് ഇവിടെ വരുമ്പോൾ അത്രയും സാധനങ്ങൾ പർച്ചേസ് ചെയ്യപ്പെടും. അത്രയും പേർക്ക് ബിസിനസ് കിട്ടും. പിന്നെ ഇത്രയും പേർക്ക് ഇവിടെ ബോട്ട് വെച്ചിരിക്കുന്നവർക്ക് മറ്റുള്ളവർക്കും അതിനുള്ള ബിസിനസ് വീടുകളൊക്കെ വളരും. അപ്പം അതിനൊരു അറ്റ്മോസ്ഫിയർ ഇപ്പോഴും ഒരുങ്ങി കിട്ടുന്നില്ല എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. തെറ്റാണെങ്കിൽ എൻ്റെ പ്രിയ പ്രേക്ഷകർ ക്ഷമിക്കുക. സൈനിങ് ഓഫ് 5 മിനിറ്റ് ആവണം. അടുത്ത എൻ്റെ കണ്ടിന്യൂസ് തുടരും. നൊബക് പ്രപഞ്ച ചാനലും നൊബക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ നാടെന്നുള്ള കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയുടെ വിശദമായ കാഴ്ചകൾ 200 മുതൽ അങ്ങോട്ടുള്ള എപ്പിസോഡിലുണ്ടാവും. നിങ്ങൾക്ക് കയറി കാണാം. ഓരോന്നും അത് ടൂറിസ്റ്റ് ഹബ്ബ്, മറ്റല്ലാത്തത് വില്ലേജുകൾ, നമ്മുടെ ജീവിത രീതി, സാധാരണക്കാരൻ്റെ എല്ലാം ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തിക്കും. സൈനിങ് ഓഫ് നൊബക് സോളോ.